അവയവദാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി SCT ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഈശ്വർ ചേരുകയാണ്. ഡോക്ടർ, എന്താണ് ഇതിന്റെ പ്രാധാന്യം? അവയവദാനം രണ്ട് ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന്, ജീവിച്ചിരിക്കുമ്പോൾ അവയവത്തിന്റെ ഒരു ഭാഗം, അതായത് ഒരു കിഡ്നി അല്ലെങ്കിൽ കരളിന്റെ ഒരു ഭാഗം, വൃക്കകൾ ഒരു ഭാഗം, ഇത് അതായത് ലിവിങ് ഡോണർ, അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഡോണർ. പക്ഷെ ഇവർക്ക് ഹൃദയമോ മറ്റു ഭാഗങ്ങളോ കൊടുക്കാൻ സാധ്യമല്ല. മറ്റത് മസ്തിഷ്ക മരണാനന്തര അവയവദാനം. മസ്തിഷ്ക മരണം എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത് മൂലം നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനവും ക്രമേണ നിലച്ചു പോകുന്നു. ഈ അവസ്ഥയിൽ വെന്റിലേറ്റർ അഥവാ ശ്വസന സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. എന്നാൽ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. മസ്തിഷ്ക മരണം എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്? ഒരു സംഘം ഡോക്ടർമാർ, അതായത് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് അവർ നിർദ്ദേശിച്ച കുറെ ടെസ്റ്റുകൾ ചെയ്ത് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. അത് കഴിഞ്ഞാൽ രോഗിയുടെ ബന്ധുക്കളോട്, അതായത് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച രോഗിയുടെ ബന്ധുക്കളോട് അവയവദാനത്തിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ഇതാണ് ആ പ്രക്രിയ, കേരള സർക്കാർ അനുശാസിച്ചിട്ടുള്ള പ്രക്രിയ. നാം ആ സമയത്ത് തീവ്ര ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും മറ്റൊരു ആൾക്ക് ജീവൻ നൽകുവാനായി നമ്മുടെ വൃക്കയോ അല്ലെങ്കിൽ കരളോ അല്ലെങ്കിൽ ഹൃദയമോ പാൻക്രിയാസോ നൽകുകയാണെങ്കിൽ അതുവഴി ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സമൂഹത്തെയും സഹായിക്കുവാൻ സാധിക്കും. നന്ദി ഡോക്ടർ ഈശ്വർ. അവയവദാനത്തിന്റെ വിവിധ പ്രക്രിയകൾ വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ ഈശ്വർ.